ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ 3 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഉപകാരപ്രദമായ ഉള്ളിയുടെ ഉപയോഗം. രണ്ടാമത്, അടുക്കളയിലെ പണി എളുപ്പത്തിൽ ലാഭിക്കാം. അതുപോലെ തന്നെ കൂടുതലായിട്ട് നമുക്കിത് ഉപയോഗിക്കാനും ഭക്ഷണത്തോടൊപ്പം ഉപയോഗിക്കാനും കഴിയും. മൂന്നാമത്, ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് കർഷകർ, അവരെ സഹായിക്കുക. ഈ 3 ലക്ഷ്യമാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉണ്ടായത്. ഹായ്, വെൽക്കം ബാക്ക് ടു സാലി റോസ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചുവന്നുള്ളി, സവോള എന്നിവ ക്ലീൻ ചെയ്ത് കൂടുതൽ സൂക്ഷിച്ചു വെക്കുന്നതും അവയുടെ ഉപയോഗത്തെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നത്. നമ്മൾ സാധാരണ ചുവന്നുള്ളി ക്ലീൻ ചെയ്ത് അപ്പോൾ നമ്മുടെ കറികളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പതിവാണുള്ളത്. 100 രൂപയ്ക്ക് 3 കിലോയും 4 കിലോയും ഒക്കെ കിട്ടുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ചുവന്നുള്ളി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. 2 അതുകൊണ്ടുള്ള മേന്മ. ഒന്ന്, ചെറിയ ഉള്ളിയുടെ പ്രാധാന്യം, അതിൻ്റെ ഉപയോഗം അല്ലെ അതിൻ്റെ ഗുണങ്ങൾ. അതുപോലെ തന്നെ ഇത് നമ്മൾ കൂടുതൽ വാങ്ങിക്കുമ്പോൾ അത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇത് കർഷകർക്കും ഇത് മറ്റൊരു ഉപകാരമായിട്ട് മാറും. ഇപ്പം ഞാൻ ചെയ്യുമ്പം നിങ്ങൾ ഓർക്കും, ഇതിലെന്താ ഇത്ര പ്രാധാന്യം, അല്ലെ എന്താണ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഞങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യുന്നതല്ലേ നിങ്ങൾ ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ സാധാരണ ഈ ചുമന്നുള്ളി ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ അറ്റവും ഇതിൻ്റെ വാൽഭാഗവും കണ്ടിച്ചതിന് ശേഷം ഇതുപോലെ നമ്മളിരുന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഉള്ളി കിട്ടിയപ്പോൾ, അതായത് നമുക്ക് വിലക്കുറവിൽ ഒത്തിരി ഉള്ളി കിട്ടിയപ്പോൾ ഇത് സൂക്ഷിച്ച് വെക്കുന്നതിനെക്കുറിച്ചുകൂടെ ഞാൻ ചിന്തിച്ചു. കൂടുതൽ നമുക്ക് ഉപയോഗിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇങ്ങനെ നമ്മൾ പൊളിച്ച് ക്ലീൻ ചെയ്തപ്പോൾ താമസമാണെന്ന് തോന്നിയപ്പോൾ എനിക്കൊരു അഭിപ്രായം ഉണ്ടായി. അതായത് എനിക്കൊരു തോന്നലുണ്ടായിട്ട് ഞാൻ ഇങ്ങനെ ഉള്ളിയുടെ മുകൾ ഭാഗവും തലയും മാത്രം കണ്ടിച്ചതിന് ശേഷം ഇങ്ങനെ വെള്ളത്തിലിട്ട് കുറച്ച് നേരത്തിന് ശേഷം ഇത് ക്ലീൻ ചെയ്തു. അപ്പോഴെനിക്കിത് വളരെ എളുപ്പമുള്ളതായിട്ട് തോന്നി. ഞാൻ അങ്ങനെ ഇന്ന് 12 മണിക്ക് ഉച്ച സമയത്ത് ഇതുപോലെ ക്ലീൻ ചെയ്ത ചെറുഉള്ളിയും കുറച്ച് സവോളയും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യാൻ കുറേ കൂടി എളുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. ഇത് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് സാധാരണ കുറച്ച് ദിവസമായിട്ട് ഇത് ക്ലീൻ ചെയ്ത് കൂടുതലായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മുടെ സുഹൃത്തുക്കൾക്കും ഈ ഐഡിയ കാണിച്ചു കൊടുത്താൽ അവരും ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഉള്ളി ഉപയോഗിക്കാൻ പറ്റും. ഇനിയും കൂടുതലായിട്ട് ഉള്ളി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മേന്മകൾ കൂടി ഞാൻ പറയാം. അതായത് ചുവന്നുള്ളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ചുവന്നുള്ളിക്ക് സവോളയ്ക്കുമുണ്ട്, പക്ഷേ സവോളയേക്കാൾ കൂടുതൽ ഗുണം ചുവന്നുള്ളിക്കാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെല്ലാവരും കറിക്കൊക്കെ ഉള്ളി ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ അത് ഈ ഉള്ളിയുടെ അതിലുപരി കുറച്ചുകൂടി കൂടുതൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് ഇന്ന് സർവ്വസാധാരണമായ ബ്ലഡ് പ്രഷറും അതുപോലെ കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കുന്നതിന് ഏറെ സഹായിക്കുന്ന ഒരു വസ്തു കൂടിയാണ് നമ്മുടെ ഈ ചുവന്നുള്ളി, ചെറുഉള്ളി എന്ന് വിളിക്കുന്ന ഈ ചുവന്നുള്ളി. ഇപ്പോഴും അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യാറുണ്ട്, ഇതിൻ്റെ പുറത്തുള്ള ഈ തൊലി, ഈ നേർത്ത തൊലികൾ മുഴുവനും കളഞ്ഞിട്ടാണ് സാധാരണക്കാരിത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തെ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്തുള്ള നേർത്ത തൊലിക്കാണെന്നാണ് ശാസ്ത്ര ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിൻ്റെ ഏറ്റവും പുറത്തുള്ള ഏറ്റവും മോശമായ ആവരണം മാത്രം കളഞ്ഞാൽ മതി, ബാക്കി നമുക്ക് കളയേണ്ടതില്ല. അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ബ്ലഡ് പ്രഷറിന് ഉപയോഗമാണ്, കൊളസ്ട്രോളിന് നല്ലതാണ്. അതുപോലെ അൾസറുകൾ, മൗത്ത് അൾസർ, വായിൽ വരുന്ന, നമ്മളതിന് വായ്പുണ്ണ് എന്ന് വിളിക്കും, അതുപോലെ കുടലിൽ ഒക്കെ ഉണ്ടാകുന്ന അൾസറുകൾക്ക് അത്യുത്തമമാണ് ഈ ചുവന്നുള്ളി. പാചകം ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് പച്ചയ്ക്ക് ഉപയോഗിക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ പച്ചയ്ക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള ഏക മാർഗം സാലഡിനോടൊപ്പം തന്നെ ചേർത്ത് നമുക്ക് ഇത് കൂടുതലായിട്ട് കഴിക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും നല്ലത്. സാലഡ് ഉപയോഗിക്കുമ്പോൾ സവോളയ്ക്ക് പകരം കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മൾ ഉള്ളി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഈ ക്ലീൻ ചെയ്ത ചെറുഉള്ളി അല്ലെങ്കിൽ ഈ സവോള വൃത്തിയായിട്ട് ഒന്നുകൂടി
നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്കൊരു ഉണങ്ങിയ കോട്ടൺ തുണിയിൽ വിരിച്ചിട്ട് അതിൻ്റെ വെള്ളം മുഴുവനും തോർത്തണം. ഇനി അതല്ല എങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ 10 മിനിറ്റ്, ഇപ്പോഴത്തെ അന്തരീക്ഷം ചൂടല്ലേ, 10-15 മിനിറ്റ് ഇത് തുറന്ന് വെച്ചാലും നല്ല വൃത്തിയായിട്ട് ഇത് ഉണങ്ങും. അതിനുശേഷം നമുക്ക് ഇതിനെ ഒരു നല്ല കണ്ടെയ്നറിൽ, എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് നമുക്കിതിനെ വാരിയിട്ട് ഇതിൻ്റെ അടിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം, അടിയിലിടാം. അങ്ങനെ ഉള്ളപ്പോൾ ഇതിൻ്റെ ഈർപ്പവും ഇതിൻ്റെ വെള്ളമൊക്കെ ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തുകൊള്ളും. അതിന് ഇത് നിറച്ചിട്ടതിന് ശേഷം നമുക്ക് ഒരു പീസ് ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇങ്ങനെ വൃത്തിയായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇത് കവർ ചെയ്യാം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് അടച്ച് വെക്കുമ്പോഴും 2-3 ദിവസം കഴിയുമ്പോൾ ഇതിന് ചെറിയ വേർപ്പ് വെള്ളം ഉണ്ടാകും. ആ വെള്ളം ഈ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തുകൊള്ളും. അപ്പോൾ നമുക്കിത് വൃത്തിയായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചത് ടപ്പർ വെയറിൻ്റെ പാത്രമാണ്. ഇത് വളരെ നല്ലതായിട്ട് ഇതിൻ്റെ നോടെല്ലാം അടച്ചു വെച്ചാൽ, നോബ് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാകാതെ ഇരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. ഇനിയും ഈ വലിയ പാത്രം തുറക്കാൻ താല്പര്യമില്ല എങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ തുറക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ചെറിയ കണ്ടെയ്നറിൽ നമുക്ക് അത്യാവശ്യത്തേക്ക് 1-2 ദിവസത്തേക്കുള്ളത് നമുക്കെടുത്ത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ടപ്പർ വെയറിൻ്റെ കണ്ടെയ്നറാണ്, വളരെ നല്ലതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഞാൻ ഇട്ടിരുന്ന ടിഷ്യൂ പേപ്പർ കണ്ടോ, നനങ്ങിയിരിക്കുന്ന കണ്ടോ, ഇത് ചെറിയ തോതിൽ നനങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളി നല്ല ക്ലീനായിട്ടിരിക്കും. ഈ ഉള്ളി ഇത് നിറച്ചുണ്ടായിരുന്നു ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയാണ്. ഇതിപ്പോൾ 2 ആഴ്ചയോളമായി ഞാനിതിങ്ങനെ വെച്ചിരിക്കുന്നു. ഇതിന് യാതൊരു കേടും വന്നിട്ടില്ല. ഇത് നമുക്ക് ഇനിയും നേരിട്ട് ഉപയോഗിക്കാം, കഴുകുക പോലും ആവശ്യമില്ല. ഈ ചുമന്ന മുളകും 2-3 വെളുത്തുള്ളിയും ഞാനിതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ വെളുത്തുള്ളിയും ഞാൻ ക്ലീൻ ചെയ്ത് വേറെ ചെറിയ കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെളുത്തുള്ളി, ഞാനല്ല, എൻ്റെ മോളെ വന്നപ്പോൾ വെളുത്തുള്ളി എനിക്ക് ക്ലീൻ ചെയ്ത് തന്നതാണ്. ഇതും ഏതാണ്ട് 2-3 ആഴ്ചയായി ഈ വെളുത്തുള്ളി ഇതുപോലെ സൂക്ഷിക്കുന്നു. ഇത് നിറച്ചുണ്ടായത് ഞാൻ കുറച്ചെടുത്ത് അതിലേക്ക് ഇട്ടതാണ്. നമുക്കിത് ഇങ്ങനെ സൂക്ഷിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും അതെല്ലാം കഴിഞ്ഞ് ഓടി വന്ന് ആഹാരം പാചകം ചെയ്യുന്ന സമയത്ത് നമുക്കിവയെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണ ചുമന്നുള്ളി പൊളിക്കുന്നതാണ് നമുക്കെല്ലാം ദുഷ്കരം. ഇത് പൊളിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആരോഗ്യപ്രദവുമാണ് ഇവ. ഇത്രയും ഗുണങ്ങളുള്ള ഈ ഉള്ളി, സവോള ഇവ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വഴി 2 ഗുണങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് ഏറ്റവും ഉപകാരമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത്, ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ട ഒരുപാട് കർഷകരുണ്ട്. അവരുടെ വേദന ആരും ഇപ്പോൾ അറിയുന്നില്ല. നമ്മൾ 100 രൂപയ്ക്ക് 2-3 കിലോ എന്നും 4 കിലോ എന്ന് പറയുമ്പോൾ വേദനിക്കുന്ന ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിലുണ്ട്. അവർക്കും കൂടി ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് കർഷകരായ ഉൽപ്പാദകരും ഉപഭോക്താക്കളായ നമ്മൾക്കും ഒരുപോലെ ഉപകരിക്കുന്ന ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.